ബിഗ് ബോസ് മലയാളം സീസൺ 7 ബിഗ് ബോസ് അനുമോളോടാണ് അടുത്തതായി ആരെയാണ് നോമിനേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചത്. അപ്പോൾ അനുമോൾ പറഞ്ഞത് നെവിനെയാണ്. അന്ന് രാത്രി ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നമാണ് നെവിനെക്കുറിച്ച് അനിമോൾ പറഞ്ഞത്. ഫുഡ് തട്ടിക്കളഞ്ഞതും പിന്നെ കൊണ്ടുവന്ന സാധനം ദൂരോട്ട് അനിമോൾ പൈസയ്ക്ക് വാങ്ങിച്ച സാധനം ദൂരോട്ട് എറിയാൻ നോക്കിയ കാര്യവും അതെല്ലാമാണ് നെവിനെ നോമിനേറ്റ് ചെയ്യാനുള്ളത് പറഞ്ഞത്. അടുത്തതായി രണ്ടാമത് പറഞ്ഞത് അക്ബറിനെയാണ്. അക്ബറിന് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് എനിക്ക് വിശന്നിട്ട് പോലും ഞാൻ കഴിക്കാതെ അക്ബറിന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അതിലൊക്കെ നൂറയ്ക്ക് വേണ്ടി ഞാൻ ഒരപ്പം എടുത്തുകൊണ്ട് പോയിട്ട് ഉടനെ അത് നെവിൻ പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ ആ ഫുഡ് തട്ടിക്കളയുകയാണ് നെവിൻ ചെയ്തത്. അതെടുത്തിട്ട് വീണ്ടും അത് വലിച്ച് എറിഞ്ഞ് കളഞ്ഞാലോ എന്നോർത്ത് ഞാനത് വായിലിട്ട് ചവച്ച് തിന്നുമായിരുന്നു. അതിന് അക്ബർ പ്രശ്നം ഉണ്ടാക്കി ഞാൻ ആ ഫുഡ് കഴിച്ചതിന്. കാരണം അവർക്ക് കൊടുത്തതിന് ശേഷമാണ് ഞാൻ പോലും കഴിക്കാൻ വേണ്ടി അല്ലായിരുന്നു. എന്നിട്ട് പോലും എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി. അതുകൊണ്ടാണ് ഞാൻ കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ തന്നെ കാരണം. നെവിനും അക്ബറുമാണ് അതിന് കാരണക്കാർ. അതുകൊണ്ട് അവരെ രണ്ടുപേരെയും ഞാൻ നോമിനേറ്റ് ചെയ്യുന്നതെന്നാണ് അനിമോൾ പറഞ്ഞത്. പിന്നെ ആര്യൻ നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെയാണ്. കാരണം ഷാനവാസ് ഒരു ടാസ്ക് നല്ലതുപോലെ കളിച്ചില്ല, മാറി നിൽക്കുകയായിരുന്നു ആ പാവ ടാസ്ക്. അതുകൊണ്ട് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്ത്. പിന്നെ അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്തത്. കാരണം ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും കുത്തിപ്പൊക്കി ഒരു കണ്ടൻറ് ഉണ്ടാക്കിക്കൊണ്ട് വരും. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഓരോരുത്തരെയും പുറത്താക്കാൻ നോക്കുകയാണ്. എന്നിട്ട് നല്ല പിള്ള ചമയുകയാണ് അനീഷ് എന്നാണ് പറഞ്ഞത്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ അനീഷ് ഓരോരുത്തരെയും കുറ്റപ്പെടുത്തും. മനസ്സറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞാണ് അനീഷിനെ ആര്യൻ നോമിനേറ്റ് ചെയ്തത്. അങ്ങനെ ആര്യൻ ഷാനവാസിനെയും അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.